എൻ ഗെയിമിന് ശേഷം MCU അത്ര നല്ല രീതിക്കൊന്നും അല്ല പോയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് അതിന്റെ ഫേസ് 4 ഭയങ്കര ഡിമ്മായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസമാണ് ആ ഡിമ്മായിട്ടുള്ള ഫേസ് 4 ഒന്ന് റീറേറ്റ് ചെയ്താലോ എന്ന് എനിക്ക് ഐഡിയ വരുന്നത്. അങ്ങനെയാണ് ഇത് റീറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഫേസ് 4 ഇറങ്ങിയ പടങ്ങളൊക്കെ എടുത്ത് നോക്കുന്നത്. ഇതിൽ ബ്ലാക്ക് വിഡോ ഇറങ്ങേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. കാരണം ഓൾറെഡി ബ്ലാക്ക് വിഡോയ്ക്ക് ഒരു ഫെയർവെൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അഫ്കോഴ്സ് വേറൊരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് ആ പടം ഇറക്കിയത്. പിന്നെ ഷാങ് ചി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പടമാണ്. ഡി സിനിമാസിൽ ഞാൻ ഒറ്റയ്ക്കിരുന്ന് കണ്ട പടമാണ്. കാരണം അന്ന് കോവിഡ് ആയിരുന്നു. പോരാത്തതിന് തിയേറ്റേഴ്സിലേക്ക് അങ്ങനെ ആൾക്കാർ വരുന്ന ഒരു ടൈമും കൂടി ആയിരുന്നില്ല. എനിക്ക് ഇഷ്ടമുള്ള പടങ്ങൾ ഞാൻ അങ്ങനെ റീറേറ്റ് ചെയ്ത് കൊളാക്കുന്നതിൽ എനിക്ക് എതിർപ്പുണ്ട്. അപ്പൊ അത് എനിക്ക് റീറേറ്റ് ചെയ്യാൻ പറ്റില്ല. പോരാത്തതിന് ബ്ലാക്ക് പാന്തർ വക്കാണ്ട ഫോറെവർ ചാഡ്വിക് ബോസ്മാന് കിട്ടിയ ഒരു ട്രിബ്യൂട്ട് ആയിരുന്നു. അപ്പൊ അത് റീറേറ്റ് ചെയ്യുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ സ്പൈഡർമാൻ നോ വേ ഹോം എനിക്ക് കിട്ടിയ ഒരു ട്രിബ്യൂട്ട് പോലെ ആയിരുന്നു. കാരണം എന്റെ ചൈൽഡ്ഹുഡ് ഹീറോ ആയിട്ടുള്ള ടോബി മെഗർ സ്പൈഡർമാൻ ആയിട്ട് തിരിച്ചു വന്നൊരു സാധനം. അപ്പൊ അതൊരിക്കലും എനിക്ക് റീറേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എറ്റേണൽസ് പറ്റുകയാണെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയുന്നതാണ് നല്ലത്. ഈവൻ തോത് ഒരു നല്ല പടമാണെങ്കിലും യൂണിവേഴ്സ് എന്നുള്ള രീതിയിൽ ഇവർക്ക് ഇപ്പോൾ എൻ്റർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ അഫ്കോഴ്സ് തോർ ലവ് ആൻഡ് തണ്ടർ ഒക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ മാച്ച് കളയണമെന്ന് ഞാൻ വിചാരിച്ചിട്ടിരിക്കുന്ന ഒരു പടമാണ്. അപ്പോൾ എനിക്ക് റീറൈറ്റിങ്ങിനുള്ള ഒരു സ്കോപ്പ് ഭയങ്കര കുറവാണ്. അപ്പോൾ ഞാനിത് ഡ്രോപ്പ് ചെയ്താലോ എന്നൊരു ആലോചിച്ചാണ്. പക്ഷേ അപ്പോഴാണ് മനസ്സിലൊരു തോട്ട് വന്നത്, ഈ കെവിൻ ഫൈഗിക്ക് പകരം ഞാനാണ് ഈ മാർവൽ ഫേസ് 4 ചെയ്തിരുന്നെങ്കിൽ. അപ്പോൾ ഇത് ടോട്ടലി ഔട്ട് ആൻഡ് ഔട്ട് എൻ്റെ ഒരു ഇമാജിനേഷൻ ആണ്. ഇറ്റ്സ് എ ഫാൻ ബോയ് ഫിക്ഷൻ. നമ്മുടെ ഫേസ് 4ന്റെ ഏറ്റവും ആദ്യം വരാൻ പോകുന്ന പടം ഇറ്റ്സ് നൺ അതർ ദാൻ ഗോസ്റ്റ് റൈഡർ. കിയാനു റീവ്സ് ആയിരിക്കും ഇത് ചെയ്യുന്നത്. പോരാത്തതിന് ഇത് MCUലെ ഗോസ്റ്റ് റൈഡറിന്റെ ഒറിജിൻ സ്റ്റോറി ആയിരിക്കും. അഫ്കോഴ്സ് മാർവൽ കോമിക്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇപ്പൊ പടം തുടങ്ങുന്നത് കിയാനു റീവ്സിനെ കാണിച്ചുകൊണ്ടാണ്. പുള്ളി അത്ര നല്ല സ്ഥലത്തൊന്നും അല്ല ജീവിക്കുന്നത്. പുള്ളി ജീവിക്കുന്ന ആ പരിസരത്ത് മൊത്തം തക്സും ക്രിമിനൽസും ഒക്കെയാണ്. പോരാത്തതിന് പുള്ളിക്ക് ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ബ്രദർ ഉണ്ട്. അവർ രണ്ടുപേരെയും അച്ഛനും അമ്മയും ഇവരെ പണ്ടേ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. പോരാത്തതിന് പുള്ളി ഒരു മെക്കാനിക്കാണ്. വളരെ പാവമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇത്. വഴിക്കോടെ വെറുതെ പോകുന്നവരൊക്കെ വന്ന് തല്ലുന്ന ആളാണ്. ആൾക്കാരുടെ അടുത്തൊന്ന് എതിർത്ത് സംസാരിക്കാൻ പോലും പുള്ളിക്ക് ധൈര്യമില്ല. അത്രയും പാവമായിട്ടുള്ള പേടിത്തൊണ്ടനായിട്ടുള്ള ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ പുള്ളി വർക്ക് ചെയ്യുന്ന വർക്ക്ഷോപ്പിലെ മുതലാളി പുള്ളിക്ക് എപ്പോഴും അങ്ങനെ കറക്റ്റ് പൈസ കൊടുക്കാറില്ല. പടം തുടങ്ങുന്നത് അങ്ങയാളുടെ ലൈഫിലെ തന്നെ ഏറ്റവും മോശം ദിവസത്തിൽ നിന്നാണ്. പുള്ളിക്ക് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടി വേറൊരു പൈസക്കാരന് വേണ്ടിയിട്ട് ഇവനെ കളഞ്ഞിട്ട് പോകും. പോരാത്തതിന് അന്ന് ബ്രദറിനെ സ്കൂളിലാക്കി പോകുമ്പോൾ കുറെ ആൾക്കാരെ അവനെ ബുള്ളി ചെയ്യാൻ വരും. ഇതവൻ ദൂരെ നിന്ന് കാണും. അപ്പൊ ഇവരോട് ചോദിക്കാൻ വേണ്ടി അങ്ങോട്ട് വരുമ്പോൾ ഈ കുഞ്ഞു പിള്ളേരുടെ കയ്യിൽ നിന്ന് പുള്ളിക്ക് നല്ല തല്ല് കിട്ടും. പോരാത്തതിന് പുള്ളിയുടെ അനിയന്റെ വീൽ ചെയറും അവരെടുത്തോണ്ട് പോകും. അപ്പോൾ കിയാനു റീവ്സ് പുള്ളിയുടെ അനിയനെ തോളിലേറ്റിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കും. എന്നിട്ട് അപ്പൊ തന്നെ പെട്ടെന്ന് വർക്ക്ഷോപ്പിലേക്ക് പോകും. ഇന്ന് വൈകി വന്ന കാരണം പറഞ്ഞിട്ട് പണിയെടുത്തതിന്റെ പകുതി പൈസ പോലും അവന് കൊടുക്കില്ല. അവന് നല്ല ഫ്രസ്ട്രേഷൻ തോന്നും. ആ പൈസ വെച്ചിട്ട് 2 ദിവസം പോലും അവർക്ക് രണ്ടുപേർക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ പോകുന്ന വഴിക്കാണ് ഇന്ന് രാത്രി ഒരു ഇല്ലീഗൽ സ്ട്രീറ്റ് റേസ് നടക്കുന്നുണ്ടെന്ന് അവന്റെ ഫ്രണ്ട് പറയുന്നത്. അപ്പോൾ ഇന്ന് മെയിനായിട്ട് പണിഞ്ഞ വണ്ടി ഒരു ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ആ വണ്ടി കൊണ്ടുപോയാൽ എന്തായാലും ജയിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് അത് രാത്രി മോഷ്ടിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കും. ഏതോ നല്ല പണച്ചാക്ക് നടത്തുന്ന റേസ് ആയതുകൊണ്ട് വിന്നറിന് അത്യാവശ്യം നല്ലൊരു പൈസയും കിട്ടും. അതുകൊണ്ട് അന്ന് രാത്രി ആ വർക്ക്ഷോപ്പ് ബ്രേക്ക് ചെയ്ത് അകത്ത് കടന്നിട്ട് ആ വണ്ടി എടുത്തുകൊണ്ട് പുള്ളി ആ റേസിന് പോകും. ആദ്യമൊക്കെ പുള്ളി തോക്കുന്ന രീതിയിലൊക്കെയാണ് ആ വണ്ടി ഓടിക്കുന്നത്. പക്ഷെ അവസാനം ആവാറാകുമ്പോഴേക്കും പുള്ളി ഏകദേശം ജയിക്കും എന്നുള്ളതിന്റെ അടുത്തെത്താവും. പക്ഷെ അപ്പോഴാണ് ഒരു വണ്ടി നിറച്ച് പോലീസ് പുള്ളിയുടെ പിറകെ വരുന്നത്. ഇത് കണ്ട് പേടിച്ച് പുള്ളി കണ്ണി കണ്ട വഴിക്കോടൊക്കെ ഓടിക്കും. പക്ഷെ അവസാനം ഒരു ഡെഡ് എൻഡിൽ പോയി നിൽക്കും. പുള്ളിക്ക് ജയിലിൽ പോകാൻ പറ്റില്ല. കാരണം പുള്ളിയുടെ അനിയനെ നോക്കാൻ ആരുമില്ല. പക്ഷെ ഇവിടെ എല്ലാം അവസാനിക്കും. കൈ പൊക്കി പുള്ളി പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അവരെല്ലാവരും കൂടെ വെട്ടിവെച്ച് അവനെ കൊല്ലും. പക്ഷെ അവൻ മരിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവര് മറീൻസ് ആണ്, പോലീസ് അല്ല. അവർ സാധാരണ ആൾക്കാരല്ല, ഒരു പ്രൈവറ്റ് മറീൻസ് ആണ്. ഒരു ഡ്രഗ് ലോഡിന് വേണ്ടിയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അവന്റെ ആ വണ്ടിയുടെ ഡിക്കിയിൽ ടൺ കണക്കിന് ഡ്രഗ്സ് ഉണ്ടായിരുന്നു. അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് വന്നത്. അവർ പോയതിനു ശേഷം ആ വണ്ടിയിൽ നിന്നും കുറച്ച് ഫ്ലെയിംസ് ഇങ്ങനെ വരാൻ തുടങ്ങും. പിന്നെ ഭയങ്കര കത്തിപ്പിടിക്കും. പിന്നെ ഇവന്റെ മേത്തേക്ക് ആ ഫ്ലെയിംസ് കയറാൻ തുടങ്ങും. പിന്നെ അവനെ റിസറക്ട് ചെയ്യും. കിയാനു റീവ്സ് അങ്ങനെ ഗോസ്റ്റ് റൈഡർ ആയിട്ട് മാറും. അങ്ങനെ ഈ കാറ് നേരെ ചെന്ന് ഇവനെ കൊന്നിട്ടിട്ട് പോയ ആൾക്കാരുടെ നെഞ്ചത്തുകൂടെ കയറി ഇറങ്ങും. ആ വണ്ടിയും അവരും ആൾക്കാരെല്ലാവരും പകുതിയായിട്ട് പിളർന്നു. പിറ്റേ ദിവസം എന്താ ഏതാ നടന്നതെന്നൊന്നും അവന് ഓർമ്മയുണ്ടാവില്ല. അങ്ങനെ ചിലപ്പോൾ സ്വപ്നം കണ്ടായിരിക്കുന്നൊക്കെ വിചാരിച്ച് എല്ലാം സെറ്റ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഗ്യാരേജിൽ ഒരു വണ്ടി കിടക്കുന്നു. അവന്റെ കാറ് കൊല്ലങ്ങൾക്ക് മുമ്പേ വിറ്റതാണ്. അപ്പൊ ഇത് ഏതാ വണ്ടി എന്നും പറഞ്ഞ് നോക്കാൻ വേണ്ടി പോയപ്പോ ഇത് ഇന്നലത്തെ ആ വണ്ടിയാണ്. പെട്ടെന്ന് കണ്ടപ്പോൾ ഞെട്ടിപ്പോയെങ്കിലും പിന്നെ അനിയനെ സ്കൂളിൽ കൊണ്ടാക്കി തിരിച്ചവൻ പിന്നെയും വന്ന് ആ വണ്ടി നോക്കുന്നുണ്ട്. അപ്പൊ ആ വണ്ടി അവനോട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. ആ വണ്ടിയിൽ ഒരു ആത്മാവുണ്ട്. ആ വണ്ടിയിലെ ആത്മാവ് പണ്ട് ഒരു സാധാരണ മനുഷ്യന്റെ ആയിരുന്നു. ഈവൻ ദോ പുള്ളി നല്ല ആളായിരുന്നു. ആൾക്കാർ പുള്ളിനെ മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. കണ്ണി കണ്ട എല്ലാവരും വന്ന് തല്ലിയിട്ട് പോകുമായിരുന്നു. ആരോടും ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ പോലും പുള്ളിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. എങ്കിലും പുള്ളി എല്ലാവർക്കും നല്ലത് മാത്രമേ ചെയ്തു. പക്ഷേ ഒരു ടൈമില് ഏതോ കുറെ ഗ്യാങ് മെമ്പേഴ്സ് വന്നിട്ട് പുള്ളിനെ കൊന്നു കളഞ്ഞു. അങ്ങനെയാണ് പുള്ളി ഒരു സ്പിരിറ്റ് ആയിട്ട് മാറിയതും ഈ കാറിലേക്ക് പുള്ളി കയറിയതും. പുള്ളിനെ കൊന്ന എല്ലാവരെയും തിരിച്ചു കൊന്ന ഈ പവേഴ്സ് ഒക്കെ ഇവന് തന്നെ കൊടുക്കാന്ന് കിയാനു റീവ്സിനോട് പുള്ളി പറയും.
പുള്ളിക്കാരന് ഇതുപോലത്തെ ഒരു പവർ അത്യാവശ്യമായിരുന്നു, അതുകൊണ്ട് തന്നെ പുള്ളി സമ്മതിക്കും. അങ്ങനെ ഇയാളെ കൊന്ന ആൾക്കാരെ തേടി പിടിച്ച് തിരിച്ചു കൊല്ലാൻ പോകുന്ന കിയാനു റീവ്സും ഇതിന്റെ ഇടയിൽ ഗോസ്റ്റ് റൈഡർ ആയിട്ട് ഇവർക്ക് വരുന്ന പ്രശ്നങ്ങളും കിയാനു റീവ്സിന്റെ ക്യാരക്ടറിന് പേഴ്സണൽ ലൈഫിൽ അനിയനുമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്ന ഒരു പടമാണ് ഗോസ്റ്റ് റൈഡർ. പക്ഷെ കഴിഞ്ഞിട്ടില്ല, ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനും കൂടെ ഉണ്ട്. ഗോസ്റ്റ് റൈഡർ ആയിട്ടുള്ള കിയാനു റീവ്സിന് ഒരു വിഷൻ ഉണ്ടാവുന്നുണ്ട്. ആന്റി ക്രൈസ്റ്റ് വരാൻ പോവാണ്, ലോകം അവസാനിക്കാൻ പോവാണ്. തൊട്ടപ്പുറത്ത് നല്ല കറുത്തിരുണ്ട് ഒരു കിടിലം കൊട്ടാരത്തിലിരുന്ന് ഡ്രാക്കുള ഒരു ചെറിയ ചിരി ചിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ പടം. ഇനി രണ്ടാമത്തെ പടം ഏതാന്ന് വെച്ചാൽ മറ്റാരുമല്ല, സുപ്പീരിയർ അയൺമാൻ ആണ്. ഓഫ്കോഴ്സ് ടോം ക്രൂസിന്റെ സുപ്പീരിയർ അയൺമാൻ. അപ്പോൾ ഈ അയൺമാൻ ക്ലിയർലി ഈ അയൺമാൻ ഒരു മൊറാലിറ്റി ഇല്ല, ഇത് പക്കാ വില്ലനാണ്. പോരാത്തതിന് ബോയ്സിലൊക്കെ കാണുന്ന ഹോംലാൻഡറിനെ പോലെ പുള്ളി പെർഫെക്റ്റ് ആയിട്ട് പുള്ളിയുടെ സോഷ്യൽ ഇമേജ് PR സ്ട്രീം ഒക്കെ വെച്ച് കൺസ്ട്രക്ട് ചെയ്തിട്ടാണ് പുള്ളി ഒരു ഹീറോ ആവുന്നത്. ഭയങ്കര ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, പക്ഷേ നല്ല കിഡിലും ജീനിയസ് ആണ്. അപ്പൊ പുള്ളിക്കാരൻ ഒരു ആപ്പ് ഉണ്ടാക്കി, ആ ആപ്പ് നമ്മൾ ഉപയോഗിച്ചാൽ നമ്മളെ പക്ക പെർഫെക്റ്റ് ആവും. എന്ന് വെച്ചാൽ നമുക്ക് പക്ക 6 പാക്ക് ഒക്കെ കിട്ടും. പോരാത്തതിന് നല്ല കിഡിലും ലുക്ക് ആവും. അങ്ങനെ ഒരു കോസ്മെറ്റിക് സർജറി എന്ത് ചെയ്യുന്നു അതിന്റെ ഒക്കെ ഡബിൾ ട്രിപ്പിൾ മടങ്ങ് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ കിട്ടും. പോരാത്തതിന് ഇത് ഫുൾ ഫ്രീ ആണ്. അപ്പൊ ലോകത്തുള്ള എല്ലാവരും ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ തുടങ്ങും, എല്ലാവരും പക്ക പെർഫെക്റ്റ് ആവാൻ തുടങ്ങും. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞിട്ട് പുള്ളി ഈ ഫ്രീ ട്രയൽ കഴിഞ്ഞു എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയക്കും. അപ്പൊ എല്ലാവരും തിരിച്ചവരുടെ പഴയ ഫോമിലേക്ക് എത്തും. ഇനി ഈ സാധനം പഴയ പോലെ ആവണമെങ്കിൽ ഡെയിലി അവർ $100 വെച്ച് കൊടുക്കണം. ആൾക്കാരൊക്കെ ഇതിനോട് ഭയങ്കരമായിട്ട് അഡിക്റ്റഡ് ആയി പോയി. അവർ ആരെ കൊന്നിട്ടാണെങ്കിലും പൈസ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പെട്ടെന്ന് തന്നെ ലോകത്ത് എല്ലായിടത്തും ക്രൈം റേറ്റ് കൂടി വന്നു. കാരണം ആ ഡെയിലി പൈസ ഉണ്ടാക്കാൻ വേണ്ടി ആൾക്കാരെല്ലാവരും തമ്മി തല്ലാനും കൊള്ളയടിക്കാനും ബാങ്ക് വരെ കുത്തി തുറക്കാൻ തുടങ്ങി. അങ്ങനെ പുള്ളിക്കെതിരെ ആദ്യമായിട്ട് ഒരു ഹീറോ രംഗത്ത് വന്നു, ഡെയർ ഡെവിൾ. അങ്ങനെ ഡെയർ ഡെവിളും പുള്ളിക്കാരനായിട്ട് ഒരു വലിയ ഫൈറ്റ് നടക്കും. പക്ഷെ ഫൈറ്റിന്റെ അവസാനം സുപ്പീരിയർ അയൺമാൻ ജയിക്കും. പക്ഷെ എന്നാലും നിർത്തില്ല, പുള്ളി പിന്നെയും അതിന്റെ പിറകെ പോകും. ഇവിടെയാണ് നമ്മൾ സുപ്പീരിയർ അയൺമാന്റെ ബുദ്ധി കാണുന്നത്. സുപ്പീരിയർ അയൺമാൻ ഡെയർ ഡെവിളിന്റെ കാഴ്ചശക്തിയും പുള്ളിക്കാരൻ ഉപേക്ഷിച്ചിട്ട് പോയ വൈഫിനെയും തിരിച്ചു കൊടുക്കും. പക്ഷെ പിന്നെ പുള്ളിയുടെ ഏറ്റവും വലിയ എനിമയായിട്ട് വരുന്നത് പുള്ളിക്കാരന്റെ സ്വന്തം ഭാര്യയായിട്ടുള്ള പെപ്പർ പോട്ട്സ് ആണ്. ഈ ചെയ്യണതൊന്നും ശരിയല്ല, ആൾക്കാരെ ലിറ്ററലി പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പെപ്പർ പോട്ട്സ് അയൺമാനോട് പറയും. പക്ഷെ പുള്ളി അത് കേൾക്കൊന്നുമില്ല. അപ്പോഴാണ് പുള്ളിക്കാർ ഒരു കാര്യം ചെയ്യുന്നത്. അയൺമാൻ പുള്ളിയുടെ മെമ്മറി ഒക്കെ ഒരു സെറ്റിലാക്കിയിട്ട് പുള്ളി ഒരു അയൺമാൻ സൂട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കാരണം പുള്ളിക്ക് ഒരിക്കലും മരിക്കാൻ പാടില്ല. പുള്ളി മരിച്ചാൽ അപ്പം തന്നെ ഈ അയൺമാൻ സൂട്ടായിട്ട് പുള്ളി പിന്നെ റീബോൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ പെപ്പർ പോട്ട്സ് എന്നിട്ട് ഈ അയൺമാനെ നല്ലൊരു അയൺമാൻ ആക്കി മാറ്റിയിട്ട് നമ്മുടെ സുപ്പീരിയർ അയൺമാന്റെ നേരെ ഇതിനെ അങ്ങോട്ട് ഇളക്കി വിടും. അങ്ങനെ ഒരു അയൺമാൻ വേഴ്സസ് അയൺമാൻ ഫൈറ്റ് എടുക്കുകയാണ്, ഗംഭീര ഫൈറ്റ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതൊരു വില്ലൻ ഒറിജിൻ സ്റ്റോറിയാണ്. പിന്നെ പടത്തിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ നമുക്കൊരു ക്യാമിയോനും കിട്ടുന്നുണ്ട്. വേറെ ആരുമല്ല, മാർവലിലെ വൺ ഓഫ് ദ ബെസ്റ്റ് വില്ലൻ ഗാലക്ടസ്. പിന്നെ നമ്മുടെ അയൺമാന് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഇൻഫിനിറ്റി സ്റ്റോൺസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇത് കിട്ടണമെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ നമ്മുടെ ഗാലക്ടസിന്റെ ഒപ്പം സുപ്പീരിയർ അയൺമാൻ നിൽക്കണം. ആ കാര്യം എന്താണെന്നല്ലേ അടുത്ത പടത്തിൽ പറഞ്ഞത്. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ കഥ വേറെ ആരുടെയും കഥയല്ല, ഗാലക്ടസിന്റെ കഥയാണ്. ഗാലക്ടസ് ജനിക്കുന്നത് 2 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ്. അത് നമ്മുടെ യൂണിവേഴ്സ് ഉണ്ടാവുന്നതിനേക്കാളും കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ്. സാറ്റം എന്ന് പറയുന്ന ഒരു പ്ലാനറ്റിലാണ് പുള്ളി ജനിച്ചത്. പുള്ളിക്കാരനൊരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. രണ്ടുപേരും വളരെ പാവപ്പെട്ട ആൾക്കാരായിരുന്നു. ഒരുപാട് അൺജസ്റ്റിസ് ഫേസ് ചെയ്തിട്ടുണ്ട്. ചെറുപ്പത്തിലെ തന്നെ രണ്ടുപേർക്കും ഈ ലോകത്തിനോട് തന്നെ ഈ യൂണിവേഴ്സിനോട് തന്നെ എന്തോ ഒരു ഹേറ്റഡ് ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഇക്വാലിറ്റേറിയൻസ് ആയിരുന്നു, ഇക്വാലിറ്റിക്ക് വേണ്ടി നിൽക്കുന്ന ആൾക്കാരായിരുന്നു. പക്ഷെ ഈ ലോകത്ത് എവിടെയും ഒരു സ്ഥലത്ത് പോലും ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ യൂണിവേഴ്സിനോട് തന്നെ ഇവർക്ക് വെറുപ്പായിരുന്നു. പക്ഷേ ഇവർ നന്നായിട്ട് പഠിച്ച് അവിടുത്തെ അത്യാവശ്യം നല്ലൊരു സയന്റിസ്റ്റുകൾ തന്നെ ആവുന്നുണ്ട് രണ്ടുപേരും. അപ്പോഴാണ് നമ്മുടെ യൂണിവേഴ്സ് ഫോം ആവുന്നത്. ഈ യൂണിവേഴ്സിനൊരു നിയമമുണ്ട്. കാരണം ഒരെണ്ണം ചീഞ്ഞാലേ മറ്റൊരെണ്ണത്തിന് വളവാകൂ. അപ്പോൾ ഇവരുടെ യൂണിവേഴ്സ് നശിക്കുക തന്നെ വേണം. അപ്പോഴാണ് ഇവർ ജീവന് പോയെന്ന് ഇവർ രണ്ടുപേരും ഒരു സ്പേസ്ഷിപ്പ് എടുത്തിട്ട് എങ്ങോട്ടൊന്നില്ലാതെ പോയത്. പക്ഷേ ആക്സിഡന്റ് ഉണ്ടാവും. കാരണം അവർ ആ ലോകത്തിലെ തന്നെ ആ യൂണിവേഴ്സിലെ തന്നെ ഏറ്റവും വലിയ ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സണ്ണിന്റെ അടുത്തേക്കാണ് അറിയാതെ പോകുന്നത്. ഗ്രാവിറ്റി അവനെ നല്ല രീതിക്ക് അങ്ങോട്ട് വലിക്കും. അപ്പൊ ഗാലക്ടസ് ഫ്രണ്ടിനെ രക്ഷിക്കാനുള്ള തത്രപ്പാടിൽ അറിയാണ്ട് ഇവനെ ഇജക്ട് ചെയ്ത് കളയും. പക്ഷെ അവനായിരിക്കും ആദ്യം അവിടെ പോയി പെടുന്നത്. പിന്നെ പിറകെ ഇവരുടെ ഷിപ്പും അങ്ങോട്ട് ക്രാഷ് ചെയ്യും. പക്ഷേ അതൊരു വലിയ സണ്ണായിരിക്കില്ല, നമ്മുടെ യൂണിവേഴ്സിൻ്റെ ഏറ്റവും സെൻറ്റർ പാർട്ടായിരിക്കും അത്. നമ്മുടെ പുതിയ യൂണിവേഴ്സ് ഫോം ആകുമ്പോൾ ഇവർ യൂണിവേഴ്സുമായിട്ട് കമ്പൈൻ ചെയ്ത് 2 വലിയ സെലസ്റ്റിയൽ ഒബ്ജക്ട്സ് പോലെ ആവുന്നുണ്ട്. അങ്ങനെ ഗാലക്ടസ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി ഉണ്ടാവുകയും പുള്ളിക്കാരൻ്റെ ഫ്രണ്ട് ലിവിങ് ട്രിബ്യൂണൽ ആവുകയും ചെയ്തു. അങ്ങനെ മില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് വർഷങ്ങൾ കഴിഞ്ഞു. നമ്മുടെ പുതിയ യൂണിവേഴ്സിൽ ഓരോരോ ആൾക്കാരുണ്ടായി, പുതിയ പുതിയ പ്ലാനറ്റ്സ് ഉണ്ടായി, എല്ലായിടത്തും സൊസൈറ്റീസ് ഉണ്ടായി. പക്ഷേ ഇതൊക്കെ അവർക്ക് വെറും 5-10 മിനിറ്റ് മാത്രമായിരുന്നു. പിന്നെയും ഇവിടെ അവരുടെ സെയിം ഓൾഡ്
കഥ തന്നെയാണ് എല്ലായിടത്തും കാണാൻ പറ്റിയത്. എല്ലായിടത്തും അൺഈവനാണ്, എല്ലായിടത്തും ഇൻജസ്റ്റിസ് ആണ്. അങ്ങനെ ഈ യൂണിവേഴ്സിനോട് ദേഷ്യം തോന്നി ഇവർ രണ്ടുപേരും ചെന്ന് ഓരോരോ പ്ലാനറ്റായിട്ട് യൂണിവേഴ്സിനെ ഇങ്ങനെ നശിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഇവർ നമ്മുടെ എർത്തിനെ നശിപ്പിക്കാൻ വേണ്ടി വരാണ്. അപ്പോഴാണ് ഡോക്ടർ സ്ട്രേഞ്ചിന് ഒരു പ്ലാൻ തോന്നുന്നത്. ഇവർ രണ്ടുപേരെയും നമുക്ക് നേരിടാൻ പറ്റില്ല, നമ്മുടെ ഉള്ള എല്ലാ അവഞ്ചേഴ്സിനും എടുത്ത് തൂക്കിയാലും ഇവരെ നേരിടാൻ പറ്റില്ല. അപ്പോൾ ഒരേ ഒരു ഐഡിയ ഉള്ളൂ, ഈ രണ്ടുപേരെയും പരസ്പരം തെറ്റിക്കുക. അങ്ങനെ ഡോക്ടർ സ്ട്രേഞ്ച് ലിവിങ് ട്രിബ്യൂണലിനെ പോയി കൺവിൻസ് ചെയ്തു, ഇങ്ങനെ നല്ലൊരു ആൾക്കാരും ഇവിടെ ഉണ്ട്, അവർ ഗുഡ് പ്രിവീൽ ചെയ്യാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, അവരെ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, അതേ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പോരാത്തതിന് പല പല മൾട്ടിവേഴ്സിലായിട്ട് നല്ല നല്ല ആൾക്കാരെ അവന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ലിവിങ് ട്രിബ്യൂണൽ കൺവിൻസ് ആവുന്നുണ്ട്. പക്ഷെ ഗാലക്ടസ് പിന്നെയും നമ്മുടെ എർത്ത് ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി വരെയാണ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ലിവിങ് ട്രിബ്യൂണൽ നമുക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. ഗാലക്ടസിനെ കണ്ടം വഴി ഓടിക്കുന്നുണ്ട്. പക്ഷെ ഗാലക്ടസിനെ അറിയാം തന്നെക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ് ലിവിങ് ട്രിബ്യൂണൽ. പോരാത്തതിന് എർത്തിലത്തെ സൂപ്പർ ഹീറോസ് ആണ് ഇവർ രണ്ടുപേരും തമ്മിൽ തെറ്റിച്ചത്. അപ്പോൾ മെയിൻ ടാർഗറ്റ് പുള്ളിയുടെ എർത്താണ് ഇനി. പക്ഷേ എർത്ത് നശിക്കണമെങ്കിൽ ലിവിങ് ട്രിബ്യൂണൽ ഇല്ലാണ്ടാവണം. അതിന് പുള്ളിക്കൊരു ടീം വേണം. ആദ്യം തന്നെ പുള്ളി പോയി റിക്രൂട്ട് ചെയ്യുന്നത് മാറ്റ് ടൈറ്റൻ താനോസിനെയാണ്. പിന്നെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ നമുക്കൊരു സസ്പെൻസും കൂടെയുണ്ട്. ഡാർക്ക് ആയിട്ടുള്ള ഡോക്ടർ സ്ട്രേഞ്ച് ടൈം സ്റ്റോൺ ഉപയോഗിച്ച് ലിവിങ് ട്രിബ്യൂണലിനെ ആർക്കാ കൊല്ലാൻ പറ്റാമെന്ന് നോക്കുന്നുണ്ട്. അത് ഒരേ ഒരാൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ, ബിയോണ്ടേഴ്സ് ആരെന്നല്ലേ പറഞ്ഞുതരാം, ഇനി സമയമുണ്ടല്ലോ. അങ്ങനെ ഈ പടം ഇവിടെ കഴിയാണ്. നമ്മൾ അടുത്ത പടത്തിന്റെ പേരാണ് മിഡ് നൈറ്റ് സൺസ്. പടം തുടങ്ങുന്നത് തന്നെ നമ്മുടെ ലോകം കാണിച്ചുകൊണ്ടാണ്. ആന്റി ക്രൈസ്റ്റ് വരണോണ്ട് തന്നെ ഈവൽസ് ഒക്കെ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്, വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് രാത്രി പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റുന്ന അവസ്ഥയല്ല, അത്രയും രീതിയിൽ ക്രൈം റേറ്റ്സും ഡെത്ത്സും ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ എല്ലാത്തിന്റെ പിറകത്തെ കാരണം മെയിൻ ആയിട്ട് ഡ്രാക്കുളയാണ്. അപ്പൊ നമ്മുടെ ഗോസ്റ്റ് റൈഡറിന് ഈ വിഷൻ ഇങ്ങനെ പിന്നെയും ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ പുള്ളിക്ക് രാത്രി ഉറങ്ങാൻ തന്നെ പറ്റുന്നില്ല, കാരണം മനുഷ്യന്മാരുടെ കാര്യമാണ്. പക്ഷെ ആന്റി ക്രൈസ്റ്റ് പോലെ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരാളെ നമ്മളെങ്ങനെ എതിർക്കും? അതും വിചാരിച്ച് പുള്ളി സൈലന്റ് ആയിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ പറ്റുന്നില്ല. സ്വന്തം കാര്യം അനിയന്റെ കാര്യമൊക്കെ ആലോചിച്ച് അവസാനം പുള്ളിക്ക് ഭ്രാന്തായി. ആന്റി ക്രൈസ്റ്റ് എല്ലാവരും വന്നാലും ഈ ലോകം നശിക്കാൻ പുള്ളി സമ്മതിക്കില്ല എന്നുള്ളൊരു രീതിയിലെത്തി. പക്ഷെ ഇപ്പോൾ തൽക്കാലത്തെ ത്രെട്ട് ഡ്രാക്കുളയാണ്. അപ്പൊ ഡ്രാക്കുളനെ ആദ്യം തീർക്കണം. ഒറ്റയ്ക്ക് ഡ്രാക്കുളനെ തീർക്കാനോ ആന്റി ക്രൈസ്റ്റിന്റെ ഏഴയിലെത്താനോ പുള്ളിക്ക് പറ്റില്ല. അതിനുവേണ്ടി പുള്ളി ഒരു ടീം ഉണ്ടാക്കുന്നുണ്ട്. ആ ടീമിന്റെ പേരാണ് മിഡ് നൈറ്റ് സൺസ്. ആ ടീമിലുള്ള ആൾക്കാർ ആരൊക്കെയാന്ന് വെച്ചാൽ ബ്ലേഡ്, മൂൺ നൈറ്റ്, ഡോക്ടർ സ്ട്രേഞ്ച്, പണിഷർ. ഇവരെല്ലാവരും കൂടി ഡ്രാക്കുളനെ കൊല്ലാൻ വേണ്ടി റെഡി ആവുമ്പോഴാണ് ലാസ്റ്റ് ഡേ വരുന്നത്. അതായത് ആ ദിവസം ആന്റി ക്രൈസ്റ്റ് കാരണം ലോകം അവസാനിക്കും. എന്ന് വെച്ചാൽ ഹെവനും ഹെല്ലും തമ്മിൽ അന്ന് ഭൂമിയിൽ വെച്ച് യുദ്ധം നടക്കും. അത് ആന്റി ക്രൈസ്റ്റ് ആണ് തുടങ്ങി വെക്കുന്നത്. അത് തുടങ്ങി വെച്ചാൽ ഭൂമി എന്തായാലും അവസാനിക്കും. അതിന് മിഡ് നൈറ്റ് സൺസ് സമ്മതിക്കില്ല. അപ്പോൾ ആന്റി ക്രൈസ്റ്റും ഇവരും തമ്മിൽ ഒരു വാർ തന്നെ നടക്കും. പക്ഷെ അപ്പോഴാണ് ഭൂമിയിലേക്ക് ഗാലക്ടസ് വരുന്നത്. ലിവിങ് ട്രിബ്യൂണലിനെ കൊല്ലാൻ വേണ്ടിയുള്ള എല്ലാ പ്ലാനും പുള്ളിയുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ലിവിങ് ട്രിബ്യൂണൽ പുറത്തേക്ക് വരണമെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാനറ്റുമോ ഒരു അറ്റാക്ക് ഉണ്ടാവണം. അഫ്കോഴ്സ് ഗാലക്ടസ് ചൂസ് ചെയ്യുക നമ്മുടെ എർത്തായിരിക്കും. അപ്പോൾ മിഡ് നൈറ്റ് സൺസിന് രണ്ടരട്ടി പണിയായി. ഗാലക്ടസിന്റെ കയ്യിൽ നിന്നും ഈ എർത്തിനെ രക്ഷിക്കണം, പോരാത്തതിന് ആന്റി ക്രൈസ്റ്റിന്റെ കയ്യിൽ നിന്നും ഈ എർത്തിനെ രക്ഷിക്കണം. അഫ്കോഴ്സ് എർത്തിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ തന്നെ ലിവിങ് ട്രിബ്യൂണൽ അങ്ങോട്ട് വരും. അപ്പോഴാണ് നമ്മുടെ ഗാലക്ടസ് കൊണ്ടുവന്ന ബിയോണ്ടേഴ്സ് അങ്ങോട്ട് വരുന്നത്. ഈ ബിയോണ്ടേഴ്സ് ആരാന്നല്ലേ, നമ്മുടെ ഒന്നും യൂണിവേഴ്സിൽ പെടാത്ത വേറൊരു ടൈപ്പ് ഒരു സ്ഥലമുണ്ട്, ഒരു ഹയർ ഡയമെൻഷനാണ്. പോരാത്തതിന് അവരുടെ എല്ലാവരുടെയും ഗോൾ എന്താണെന്ന് വെച്ചാൽ മൾട്ടിവേഴ്സിനെ തന്നെ ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ എന്തായാലും അവർ നോന്ന് പറയില്ല. പോരാത്തതിന് ലിവിങ് ട്രിബ്യൂണലിനേക്കാളും പവർ ഉള്ളവരാണ് അവർ. ഇങ്ങനെ എല്ലാത്തിന്റെ ഇടയിൽ ഇത്രയും ടൈറ്റ് ആയിട്ട് പെട്ട് കിടക്കുമ്പോഴാണ് നമുക്കൊരു സസ്പെൻസ് വരുന്നത്. സാക്ഷാൽ ചെകുത്താൻ ലൂസിഫർ തന്നെ അങ്ങോട്ട് വരുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഗോസ്റ്റ് റൈഡറിന്റെ കാറിന്റെ അടുത്തുള്ള ആത്മാവിന്റെ കഥ? ശരിക്കും അതല്ല റിയൽ കഥ. അത് ശരിക്കും ഒരു സാത്താൻ വർഷിപ്പർ ആയിട്ടുള്ള ഒരു സീരിയൽ കില്ലറിന്റെ സോളായിരുന്നു. മരിക്കുന്നതിനേക്കാളും മുമ്പ് പുള്ളിയുടെ സോള് ഡെവിലുമായിട്ട് സെൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൂസിഫർ ഒറ്റ കണ്ടീഷനെ വെച്ചിട്ടുള്ളൂ, എത്ര വേണമെങ്കിലും പവർ തരാം, പക്ഷെ ആന്റി ക്രൈസ്റ്റ് വരുമ്പോൾ ഈ ലോകം അവരുടെ സ്വന്തമായിരിക്കണം. ആ പ്രോമിസ് ചോദിക്കാൻ വേണ്ടി വന്നതാണ് ലൂസിഫർ. അങ്ങനെ ഗോസ്റ്റ് റൈഡർ എന്ന് പറയുന്ന സൂപ്പർ ഹീറോ എൻറ്റിറ്റി നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചാടാണ്. ഇങ്ങനെ ഒരു ടോപ്പ് നോച്ചിൽ ഗംഭീര ഷോ ഡൗൺ ആയിട്ട് നല്ല കിടിലം ഫൈറ്റ് ഒക്കെ ആയിട്ട് നമ്മുടെ ഫേസ് 4 ഇവിടെ കഴിയുകയാണ്.